മേപ്പാടിയിൽ കുത്തിയൊലിച്ചു വന്ന മണ്ണിനടിയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ദമ്പതികളുടെ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. തോട്ടം തൊഴിലാളികളായ ബാലരാജും കൂടമ്മാളുമാണ് വലിയ ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. അപ്രതീക്ഷിതമായി ഒലിച്ചെത്തിയ ദുരന്തത്തെക്കുറിച്ച് ദമ്പതികൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അവരുടെ വാക്കുകൾ കേൾക്കാം. മേപ്പാടിയിൽ ഇപ്പോൾ ആ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ആ ലോറിക്ക് ഇടയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ബാലരാജും അവരുടെ ഭാര്യ കൂടമ്മാളുമാണ് നമ്മോടൊപ്പം ഉള്ളത്. എന്താണ് സംഭവിച്ചത്? അപ്പോൾ ഞങ്ങൾ ടൗണിലേക്ക് ഇറങ്ങി വന്നത് 11 സമയമാണ്. 11 ബസ്സുണ്ട്. ആ ബസ്സിൽ ഇറങ്ങി വന്നപ്പോൾ മണ്ണ് ലൈറ്റായിട്ട് ചരിഞ്ഞിട്ട് വന്നിട്ട് വരുമ്പോഴാണ് ഞങ്ങൾ കണ്ടപ്പോഴാണ് ഞങ്ങൾ ഓടാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് മണ്ണ് വന്ന് അടിച്ചിട്ട് ആ ലാരി കൂടെ കൊണ്ടുപോയത്. എന്താണ് അപ്പോൾ എന്താ മനസ്സിലായി? മനസ്സിലായി ரசல்ல എന്താണോ അറിയില്ല. அது வந்தப்போ என்ன செய்ய போறோம்னு நமக்கு ஒன்றும் புரியல. எப்படி வருது எப்படி போகுதுன்னு நமக்கு தெரியல. மண்ணு வந்ததுனே சவுண்டு கேட்கலாம். சவுண்டு லேசாக அப்படி இறங்கையில் ஒரு மரம் ஒன்று இருந்துச்சு. அந்த மரம் இறங்குறத பார்த்து தான் ஓடி வந்தோம். ஓடி வந்து அது பட்டுன்னு அது வேகம் வந்ததில் எங்கள் கால் மாட்டிக்கிடுச்சு. வேகமாக ஓட முடியல. அந்த வண்டி இப்படி நிற்கவும் கீழே விழுந்துட்டோம். எப்படி விழுந்தோம்னு எங்களுக்கு ஒரு லோரிக்கு இடையிலேக்கான அந்த லாரிக்கு எல்லாம் கீழே விழுந்துட்டோம். கீழே விழுந்ததில் அந்த லாரி இப்படி திரும்புது. நாங்கள் உள்ள இப்படி கூடி வந்துட்டோம். அந்த அடியில் கூடி வந்துட்டோம். கிட்ட கூடி வந்துட்டோம். അവിടെ ഈ മണ്ണിടിച്ചിൽ നേരത്തെ നിങ്ങളെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്? ഇല്ല വീടിനടുത്ത് ഇല്ല. ഇത് കുറേ ഒരു 10 മിനിറ്റ് ആകും. ഞങ്ങൾ വീട്ടിലിருந்து ഇങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് വരதுக்கு 10 മിനിറ്റ് ആകും. എന്താണ് ഈ മണ്ണിടിച്ചിലിന് കാരണം എന്നുള്ളത് എന്താ മനസ്സിലായത് നാട്ടുകാർക്ക്? എന്താണ് മനസ്സിലായില്ല, അറിയില്ല. അതാണ് എന്താ സംഭവം. അത് എന്താണെന്ന് അറിയാം. ഉള്ളിൽ അവിടെ ഒക്കെ ഇത് പറഞ്ഞത് വെല്ല പറഞ്ഞത് മഴയിൽ നല്ല വെള്ളം പറഞ്ഞത്. നല്ല മഴയായിരുന്നു. ഇന്നലെയൊക്കെ മഴ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലെയൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഇങ്ങനെ മണ്ണ് കൂടുതൽ ഒലിച്ചു വരുന്നതൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല ഇന്നലേക്കാളില്ല. കട്ട് ചെയ്ത് സിമെന്റ് മൊത്തം എണിഞ്ഞ് വന്നത് തിടീർന്നാ இப்படி വന്നത്. നമുക്കത് അറിയില്ല. ഒരു വലിയ രക്ഷപ്പെടലാണ് ഉണ്ടായിട്ടുള്ളത്. കഷ്ടപ്പെട്ട് പെരിയ കഷ്ടപ്പെട്ട് വന്നത്. അത് തന്നെയാണ് അവർക്ക് പറയാനുള്ളത്. അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ്. അതിൻ്റെ ഒരു സന്തോഷവും അവർക്കുണ്ട്. ചെറിയ പരിക്കുകൾ മാത്രമേ അവർക്കുള്ളൂ. കൈക്ക് മാത്രം ഒരു ചെറിയ പരിക്കുണ്ട്. ആശുപത്രിയിൽ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ആശുപത്രി വിടുകയും ചെയ്തിട്ടുണ്ട്. ശാന്തുമാർ വള്ളാല, ന്യൂസ് മലയാളം, വയനാട്.